പിടിച്ചിങ്ങനെ സൈഡിൽ നിന്നു. എൻ്റെ അമ്മ ഒരു രക്ഷയില്ല. എൻ്റെ ആശുപത്രി ചേച്ചി പൊളി വൈബ്. ആടെ CMS നീയല്ലേ കള്ളി താഴെ മെലിയുന്ന്, ആ താഴെ ചിലപ്പോൾ ഇരിക്കും കിടക്കൊക്കെ ചെയ്യും. എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞാൻ കൊടുക്കും. നീ ആരടാ? എടാ ഞാനൊരു പെണ്ണല്ലേടാ, എൻ്റെ ജോലി കാരണം എനിക്ക് സുഖിക്കണ്ടേ? ആണുങ്ങൾ മാത്രം സുഖിച്ചിട്ട് കാര്യമുണ്ടോ? എടാ എനിക്ക് സുഖിക്കണ്ടടാ, എനിക്കും ഉണ്ടാവില്ലടാ വികാരങ്ങളും മോചങ്ങളും വികാരങ്ങളൊക്കെ എനിക്ക് നോക്കണ്ടേ? എൻ്റെതായ ഇഷ്ടമുണ്ട്. അപ്പം അതെനിക്ക് ഇഷ്ടപ്പെട്ട കസ്റ്റമർ കൂടെ ഞാൻ എൻജോയ് ചെയ്യും. ആ നിങ്ങളോട് പറ്റുമോ തൃപ്തിപ്പെടുത്താൻ? ഇല്ലല്ലോ. ആ പിന്നെ എന്ത് ഒന്ന് എഴുന്നേക്ക് നിൽക്കുമോ? ഈ എൻ്റെ കുണ്ടി കാണാനല്ലേ? പറ്റൂല. എടാ എനിക്കും ഉണ്ടടാ വിചാരങ്ങളും മോങ്ങളൊക്കെ. ഞാൻ 1 വർഷത്തോളമായിരുന്നു സൂഹിച്ചിട്ട്. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടത് എൻ്റെതായ ഇഷ്ടങ്ങൾക്ക് വരുന്ന ഒരാളെ നല്ലൊരു വൃത്തിയും നല്ല ചുണ്ടും നല്ല ഇളം ചുണ്ടും നല്ല പുണ്ണയും നല്ല കുണ്ടിയും നല്ല അടിവയറും നല്ല മീശ താഴെയുള്ളവരെ ഞാൻ കയറി ആക്രമിക്കും ചെയ്യും. എന്നെ ഇങ്ങോട്ട് ആക്രമിക്കുക തന്നെ ചെയ്യും. അങ്ങോട്ടും ഇങ്ങോട്ട് ചെയ്യില്ല. അങ്ങനെയൊക്കെ നമ്മളൊക്കെ ചെയ്യും. നിങ്ങൾക്ക് എന്തോ പുഷ്പം. ഷോപ്പ് എവിടെയാണ്? ഷോപ്പ് കാലിൻ്റെ. എൻ്റെ നമ്പർ അവിടെ പിൻ ചെയ്ത് വെച്ചിട്ട് വിട്ടാൽ നിങ്ങൾക്ക് സ്വിച്ചാം. പയ്യ മാന്തിക്കോ യോഗമില്ല മമ്മ. എടാ എന്നെ മാന്തി ഇതേ ഇത് കണ്ടോ ചോർന്നിരിക്കുന്നുണ്ടോ? ചോദിക്കുന്നുണ്ടാ? അവ കടിച്ചതാ കണ്ടോ? എന്നെ കടിച്ചെടുത്ത് കേട്ടാ. ആശുപ ചേച്ചിക്ക് അറിയാം. ഞാൻ ആശുപ ചേച്ചിക്ക് ഫോട്ടോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇല്ല ആശുപ ചേച്ചി സത്യം, സീരിയസ്ലി സത്യം പറയാം. പുലിയാണോ മാന്തിയെ? അല്ല നിന്റെ അമ്മേന്റെ കുണ്ണ പറയക്കണ്ട്. ചേച്ചി എനിക്ക് ഇച്ചിരി പൊക്കൽ കൂടുണ്ട്. അമ്മേ ഞാൻ ചട്ടി കിട്ടില്ല, ആദ്യം ചട്ടി ഇട്ട് വെച്ച് വൈര് ഈ ഒരു ചട്ടി ഇട്ടിട്ട് വരാം പ്ലീസ്. ചിലപ്പോ എങ്ങാനും കണ്ടു കഴിഞ്ഞാല് വേറെ ആൾക്കാർ പലതും പറഞ്ഞുണ്ടാക്കും. ഇല്ലെങ്കിൽ തന്നെ നാളെ ട്രോള് വരും. ഓക്കെ ഇനി കാലം ഒന്നിച്ചോളാം. എന്തായാലും ചെട്ടിയല്ലേ കാണുള്ളൂ. ഈ ചെട്ടിക്ക് ഓട്ടയുണ്ട്, സാരില്ല. ഈ ചെട്ടിക്ക് ആശ ചേച്ചി ചെട്ടിക്ക് ചെറിയൊരു ഓട്ടയുണ്ട്, കുഴപ്പമില്ലല്ലോ. ഹലോ ഗൂയിസ്, ഇട്ട ചെട്ടിക്ക് ചെറിയൊരു ഓട്ടയുണ്ട്. കാണുമെന്നറിയില്ല, രോഗമുണ്ട് നിനക്ക് കാണും. ജാക്കിയാണോ? അല്ല, പാകിസ്ഥാൻ വന്ന് വെടിവെച്ചതാ അതിർത്തിയിൽ നിന്ന്. അതിർത്തിയിൽ നിന്ന് ഷമീമോനെ അതിർത്തിയിൽ നിന്ന് പാകിസ്ഥാൻ വന്ന് വെടിവെച്ചു. അങ്ങനെ ഇവിടെ കീറി. ഞാൻ എന്താക്കാനാ? പാകിസ്ഥാൻ അത്ര ഉണ്ടേ. മുന്നിലാണോ പിന്നിലാണോ? പിന്നിലാരും കുത്തൂലില്ല, മുന്നിലാണ് തൊളാം. പള്ളിക്കട വണിക്കാവ്. എടാ ഇല്ലടാ, അങ്ങനെ ഒന്നും പറയില്ലേ. ജലപരിങ്കിയാണോ? എൻ്റെ പൊന്നു മോനെ. ആ മരിയക്കുട്ടി ചേച്ചിയുടെ ചെട്ടിക്ക് ചെറിയൊരു ഓട്ട, അത് വലിയ ഓട്ടയായി മാറി. ചെറുതിന് തുടങ്ങിയതാ, അതിപ്പോ വലുതായി. നീ പിരിക്കുമ്പോ കാണുമോ എന്തോ. വേറെ ചെട്ടി ഇല്ല, അവളെ അലക്കിയിട്ട ചെട്ടി കണങ്ങ് എടുത്തു. ബെട്ട ബത്ത് വല്ലാത്ത ജാതി. വലിയ തുളയാണോ? എൻ്റെ വലിയ തുളയുടെ ആനത്തുള എന്ത് വേണോ? അത് നീ ഒന്ന് ടെസ്റ്റ് ചെയ്ത്. എൻ്റെ ആനത്തുള തന്നെയാണ്. ഇതിപ്പോ ആനത്തുളയായാലും വലിയ തുളയായാലും കയറ്റാൻ ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ട്. നീ ബേജാറാവണ്ട. നീ നാളെ സമയം നീയും വരും. തക്ക സമയം നോക്കി ഓസിന് കിട്ടിയാൽ നീയും വരും. അയ്യോ ഓസിന് കൊടുക്കണമെന്നല്ല കേട്ടോ, നീ സന്ദർഭത്തെ നീയും വരും. കുത്താൻ പോളക്കാട് ഒന്ന് കാണും. നീ കടം വാങ്ങിയ പൈസ കൊടുത്തോ? നിന്നെ തന്ത ഇപ്പൊ വരാൻ തോന്നും. തന്തയ്ക്ക് എഴുതി വെച്ചേക്ക കടം കൊടുക്കാൻ വേണ്ടിയിട്ട്. എനിക്കിപ്പടാ നായിക മോനെ. വായിൽ പിടിച്ചോ? 3 വട്ടം പിടിച്ചു. പൊളി ടെസ്റ്റ്. 3 വട്ടം പിടിച്ചു. 3 വട്ടം അവനോട് പിടിപ്പിച്ചു. സത്യം ആ ഒരു സമയത്ത് എന്നെ കൊണ്ട് ചോദിച്ചു. അപ്പൊ എന്നെ ഇങ്ങനെ സൂചിപ്പിച്ചപ്പം ഞാൻ പറഞ്ഞു എനിക്കും വേണം തോന്നിയിട്ട്. അവൻ പൊളിച്ചില്ലേ അശോക ചേച്ചി? സത്യം സത്യം ആടാ. വാവ്. എൻ്റെ മോനെ ഒന്നും പറയണ്ട പാപ്പിച്ചയാ. അവൻ എന്നെ ഞാനും അവനെ അയ്യോ ഞാനൊരു നിമിഷം കണ്ണടച്ച് പോയി ചേട്ടാ.
ഒരു വട്ടം ഞാൻ ഇങ്ങനെ ഏട്ടാ മതി നിർത്തേട്ടാന്ന് പറഞ്ഞു. സത്യം, സീരിയസ്ലി കാര്യമായിട്ട് പറഞ്ഞ. തേങ്ങ പൊളിച്ചോ? തേങ്ങ കുറെ നേരം കുത്തിയിരുന്നു. കാലിവിടെ വേനെടുത്തു. കാല് വേനപ്പോൾ ഞാൻ പറഞ്ഞു മുത്ത എനിക്ക് വയ്യാൻ തോന്നും. അപ്പൊ ഞാൻ പിന്നെ ഇങ്ങനെ ചുരുട്ടി കുട്ടി ഇവിടെ ഇങ്ങനെ ചുരുട്ടി പിടിച്ചിട്ട് ഞാൻ പൊളി. പിന്നെ ആവുമ്പോൾ ചേച്ചിക്ക് വേദന എടുത്തോ? ഇല്ല, ഒരു കിസ് വരും. പൊളിച്ച് ഇന്ന് കത്തും. ഇല്ലയോ? ഞാൻ നോണ പറഞ്ഞല്ല, സീരിയസ്ലി. അപ്പത്തിന് ഉപ്പുണ്ടായിരുന്നു എന്ന് പറഞ്ഞോ? ഞാൻ ചോദിച്ചില്ല. ചേട്ടാ തിന്നപ്പോ ഉപ്പുണ്ടായിരുന്നു, മധുരമായിരുന്നു, പുളിപ്പായിരുന്നു ചോദിച്ചില്ല. ആ സമയത്തൊക്കെ എങ്ങനെയാണ് ചോദിക്കുക? അശ്ശി, ചേട്ടാ തിന്നപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ എങ്ങനെ ചോദിക്കുക? ആരെങ്കിലും പറയോ പുളിപ്പാണോ മധുരമാണോ കയ്പാണോ ഇതാണെന്ന് അതിൽ പറയോ? അല്ലാത്ത ജാതി. അരഞ്ഞാണം അവൻ അടിച്ചോണ്ട് പോയോ നോക്ക്. എനിക്ക് അരഞ്ഞാണല്ല, എൻ്റെ ജെട്ടി ഒന്ന് കീറി, അത്ര തന്നെ. പോലീസ് മൻസൂർ വന്നിരുന്നു റൂമിൽ. നിന്റെ അപ്പം വന്നിരുന്നു. അപ്പം വന്നിപ്പം പോയി. അപ്പൻ്റെ കൂടെ 2 കഷ്ണമാക്കി കൊടുത്തു വിട്ടു ഞാൻ. ഓക്കെ ഡി, നക്കും. ഞാൻ നക്കാൻ കൊടുക്കാറില്ല. ഓക്കെ. ഭയങ്കര ഭയാനകം ആണോ? നിനക്ക് അത്രയ്ക്ക് ഇഷ്ടമാണോ? എൻ്റെ ഷോപ്പിൽ തമിഴ്ത്തിപ്പനുണ്ട്, അവള് നല്ലപോലെ വിരിച്ചിരുന്നു. നീ അങ്ങ് ചെല്ല്, 50 രൂപ കൊടുത്താൽ നിനക്ക് ഫ്രീ ആയിട്ട് നക്കാൻ കിട്ടും. ചെല്ല്. അത്രയ്ക്ക് നക്കലിൻ്റെ ആളാണെങ്കിൽ. ഓക്കെ. കിട്ടിയോ ഇല്ല ചോദിച്ചു വാങ്ങി. പിന്നല്ല, രുചി ഉണ്ടോ? ഞാൻ തിന്ന് നോക്കിയിട്ടില്ല എൻ്റെ സാമാനം. രുചി ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ. നീ ഒന്ന് കാര്യം എൻ്റെ അമ്മയെ ഒന്ന് രുചിച്ച് നോക്കും. അതിലേ രുചി ഉണ്ടോ നോക്ക്. ഇത് നാളെ എന്നോട് അഭിപ്രായം പറ. അതല്ല നിനക്ക് അത്ര വേണമെന്നുണ്ടെങ്കിൽ രുചി ഉണ്ടോ തപ്പ എൻ്റെ ഷോപ്പിൽ വന്നാൽ മതി. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. നീ രുചിച്ചു നോക്ക്. എന്നിട്ട് എന്നോട് ഫോൺ വിളിച്ച് പറയണം, ഈ ചേച്ചി എന്ന് ചെല്ല്. എന്തെങ്കിലും നാളെ പറയണേ. സുഖാണ് എൻ്റെ മുത്തേ. എന്നിട്ട് പറയണ രുചി ഉണ്ടോ ഇല്ലയോ എന്ന്. പൂറ് നാറും. എല്ലാ പെണ്ണുങ്ങളുടെ സാമാനം നാറും. നിന്റെ അമ്മയുടെ നാറും, നിന്റെ പെങ്ങളുടെ നാറും, നിന്റെ പെണ്ണുങ്ങളുടെ നാറും. ഏത് പെണ്ണ് സാമാനത്തിനാണ് മണം ഇല്ലാത്ത? എല്ലാ പെണ്ണുങ്ങളുടെ സാമാനത്തിൽ മണം ഉണ്ടോ? പിന്നെ കുളിക്കാണ്ടും കഴുകാണ്ട് ഒരു അളുപ്പ് മണം ഉണ്ടാവും. നല്ല വൃത്തിക്ക് കൊണ്ടുവന്ന് ഇളം മണം. എന്നാൽ നിന്റെ കുണ്ണയ്ക്കുള്ള മണം ഉണ്ടാവാൻ വഴിയില്ല. ഓക്കെ. രാവിലെ വരെ ഇരുന്ന് ഭയങ്കര സ്മെല്ലാണ്. ഓക്കെ. ഇടക്കിടക്കൊന്ന് വാഷ്റൂമിൽ പോയി കഴുകി വാഷ് ചെയ്ത് കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊളിക്കും. ബാക്കി കഥ പറയൂ. ജട്ടി കളർ പ്ലീസ്. ജട്ടിയുടെ കളർ ഞാൻ പറയണോ? റോസ്. ബിജിമോളെ ഇന്ന് പൊളിച്ച്. എവിടെയായിരുന്നു? ഞാനൊരു കസ്റ്റമറായിട്ട് വർക്ക് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് വൈകി. കാരണം എൻ്റെ കാല് അവൻ്റെ പുറത്ത്, എൻ്റെ ഈ കാല് അവൻ്റെ പുറത്ത്. അവൻ ഇങ്ങനെ ഇരുന്നു. എന്നിട്ട് എൻ്റെ അമ്മ ഞാൻ പറഞ്ഞു അയ്യോ പതുക്കെ. ഞാൻ ഇങ്ങനെ എത്തി നോക്കും. ഇത് ഭയങ്കര ഇൻട്രസ്റ്റാണ്. കളർ ഒന്ന് കാണിക്കാമോ? 69. കൊതിപ്പിക്കല്ലേടാ. ഇപ്പൊ ഒരു വട്ടം കഴിഞ്ഞോളൂ. ഇനി എനിക്ക് വേണ്ട.